I am Senior Professor Dr. Suresh K. Gupta, Director AIMRC, Principal Scientist, Medical Scientist. ആദ്യമായി ഞാൻ ഓർത്തോ മോളിക്കുലാർ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ചികിത്സാ സമ്പ്രദായത്തെ പറ്റി ലോകത്ത് പലർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക് 95% പേർക്ക് ഒന്നും അറിയില്ല എന്ന് ഞങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ഓർത്തോ മോളിക്കുലാർ മെഡിസിൻ എന്ന് പറയുന്നത് കനഡയിൽ നിന്ന് വികസിപ്പിച്ചെടുക്കുകയും ലൈനസ് പോളിംഗ് എന്ന 50-ലേറെ ഡോക്ടറേറ്റും PhDയും DSCയും ഒപ്പം 2 അൺഷെയർഡ് നോബൽ പ്രൈസ്, 2 നോബൽ സമ്മാനം വാങ്ങുകയും സ്വയം വാങ്ങുകയും ചെയ്ത, വ്യക്തിപരമായി വാങ്ങുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആണ് ഈ ഓർത്തോ മോളിക്കുലാർ മെഡിസിൻ എന്നതിൻ്റെ ആദ്യത്തെ പിതാവ് അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ്. ഈ ഓർത്തോ മോളിക്കുലാർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ, ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് അഥവാ കറക്റ്റ് ചെയ്യുക, ശരിയാക്കുക, എല്ലാം കറക്റ്റാക്കുക. മോളിക്കുലാർ എന്ന് പറഞ്ഞാൽ തന്മാത്ര അഥവാ വിറ്റാമിൻസ്, മിനറൽസ്, അമിനോ നൈട്രിക് ഓക്സൈഡ്, മാക്രോ ന്യൂട്രിയൻസ്. നമ്മുടെ ശരീരത്തിൽ എന്താണോ കുറവ്, എന്താണോ ആവശ്യം, അത് സഫിഷ്യൻ്റ് ആക്കിയാൽ, അത് നികത്തിയാൽ ശരീരം തന്നെ രോഗപ്രതിരോധ ശക്തി ഉപയോഗിച്ച് ഏത് സർവ്വരോഗങ്ങളെയും ഭേദമാക്കും എന്നാണ് ഈ ലൈനസ് പോളിങ്ങും ഞാനും അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഗവേഷണത്തിന് നീണ്ട 60-70 കൊല്ലത്തോളം വേണ്ടി വന്നു. 1995 ശേഷമാണ് ഈ നമ്മുടെ ശരീരത്തിന് വിറ്റാമിൻസും മിനറൽസും അമിനോ നൈട്രിക് ഓക്സൈഡും ആവശ്യത്തിന് കിട്ടിയാൽ സർവ്വരോഗം ഭേദമാകും എന്നുള്ള വിപ്ലവകരമായ കണ്ടുപിടുത്തം നടത്തപ്പെട്ടത്. അതുവരെ മനുഷ്യന് മരുന്നാണ് വേണ്ടത് എന്നായിരുന്നു പല ഡോക്ടർമാരുടെയും വിഷഗ്വരന്മാരുടെയും ധാരണ. അത് വളരെ തെറ്റാണെന്ന് ഞങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കുട്ടികളിലുണ്ടാകുന്ന പല രോഗങ്ങളാണ് ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം, ക്രെറ്റിനിസം, മോട്ടോർ ന്യൂറോൺ ഡിസീസ്, ADHD, ADD, മെൻ്റലി റിട്ടാർഡേഷൻ. ഇങ്ങനെ ഒരു 200-ലേറെ ഗുരുതര രോഗങ്ങൾ ജന്മവൈകല്യങ്ങളായി കുട്ടികൾക്ക്, ഹൈഡ്രോകഫാലസ്, മൈക്രോസെഫലി, മാക്രോസെഫലി, ഈ പേര് പറയാൻ തന്നെ ഇതെല്ലാം ജന്മവൈകല്യങ്ങളാണ്. ഇതിൽ ഞങ്ങളിട്ട പേരാണ് ജെനിറ്റോട്രോപ്പിക്. ഏത് ജനിതക രോഗങ്ങൾക്കും ഒരു പോഷണമുണ്ട്. ആ പോഷണം ആവശ്യത്തിന് കിട്ടിയാൽ ഒരു പരിധി വരെ ആ ജനിതക രോഗത്തിനും പോഷണമുണ്ട്. ആ കോശങ്ങൾക്ക് എല്ലാം ആവശ്യത്തിന് വൈറ്റമിൻസും മിനറൽസും അമിനോ നൈട്രിക് ഓക്സൈഡും മാക്രോ ന്യൂട്രിയൻസും നർച്ചറിങ്ങും സ്നേഹവും വാത്സല്യവും സൂര്യപ്രകാശവും ഉറക്കവും വെള്ളവും കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കിട്ടിയാൽ ശരീരം തന്നെ ഈ കോശങ്ങളിൽ ജനിതക മാറ്റം വരുത്തി അവർ ആ ജനിതക പ്രശ്നം തീർക്കുന്ന ചികിത്സാ രീതിക്ക് പറഞ്ഞ പേരാണ് ജെനിറ്റോട്രോപ്പിക്. അപ്പോൾ ജെനിറ്റോട്രോപ്പിക് ഡിസീസുകളാണ് 80% ഭാരതത്തിൽ. പക്ഷേ നമ്മുടെ ഭാരതത്തിലെ പ്രത്യേക സാഹചര്യം, കേരളത്തിലെ കാരണം, ഈ വിറ്റാമിൻസും മിനറൽസിനും അമിനോ നൈട്രിക് ഓക്സൈഡിനും ഫാറ്റി ആസിഡുകൾക്കും മാക്രോ ന്യൂട്രിയൻസിനും ഒരു മനുഷ്യന് ചിലപ്പോൾ മാനസികമായ ചിലപ്പോൾ ഒരു കരുതലോ സ്നേഹമോ വാത്സല്യമോ കൗൺസിലിങ്ങിൻ്റെ കുറവായിരിക്കാം. ഇത് കിട്ടാത്തടത്തോളം കാലം ഈ മരുന്ന് ചികിത്സകരുടെ പിന്നാലെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. മരുന്ന് എന്ന് പറയുന്നത് വേറെയാണ്, അതേസമയം ജീവകങ്ങൾ എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ ഓർത്തോ മോളിക്കുലാർ മെഡിസിൻ ലോകത്ത് ഇന്ന് വളരെ കുറച്ച് പേര് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ഇത് അക്യുപങ്ചറിലാവുമ്പോൾ ഓർത്തോ മോളിക്കുലാർ അക്യുപങ്ചർ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും ഇതിലൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പഠിച്ച വ്യക്തികൾ എന്നുള്ള നിലയിൽ, ഗവേഷണം നടത്തുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ ഓർത്തോ മോളിക്കുലാർ മെഡിസിൻ്റെ പ്രാധാന്യം വളരെ വിലയേറിയതാണ്. അതിൽ വളരെ കുറച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമേ ഇതിൽ PhD, DSc, ഹയർ ഡിഗ്രി ബിരുദങ്ങളുള്ളൂ. കാരണം ഇത് പഠിക്കണമെങ്കിൽ 35-40 കൊല്ലം, 35 കൊല്ലമെങ്കിലും ഒരു ഗവേഷണം നടത്തിയ ആൾക്ക് മാത്രമേ ഈ ഹയർ ഡിഗ്രികളും ഈ ഓർത്തോ മോളിക്കുലാറിൽ ആഴത്തിലുള്ളൊരു എക്സ്പെർട്ട് ആവാൻ പറ്റൂ. ഇന്ന് 3, 5, 8 കൊല്ലം കൊണ്ട് ഡോക്ടറാകുന്നവർക്ക് ഒരു ആയുസ് മുഴുവൻ പഠിച്ച് അതിൽ ശാസ്ത്രജ്ഞനാവാനോ ഒരു ജീവിതം കളയാനോ ഇവിടുത്തെ ഡോക്ടർമാർ തയ്യാറില്ല. കാരണം എല്ലാവർക്കും ജീവിതം എൻജോയ് ചെയ്യാൻ, ഇത് കഴിഞ്ഞിട്ട് വേണം കാറും ബംഗ്ലാവും പണം ഉണ്ടാക്കാൻ. അപ്പം മനുഷ്യവംശത്തെ രക്ഷപ്പെടുത്താൻ ഞങ്ങളുടെ ഈ ഓർത്തോ മോളിക്കുലാർ മെഡിസിൻ ഭാരതം മുഴുവൻ പടർന്ന് പന്തലിക്കണമെന്നാണ് ഞങ്ങളുടെ ഉയർന്ന അതോറിറ്റികൾ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരണം ഈ ചികിത്സാ സമ്പ്രദായം ആവശ്യത്തിന് പോഷണം കൊടുത്താൽ, ഇതിൽ സപ്ലിമെൻ്റ് കഴിക്കലോ മരുന്ന് കഴിക്കലോ വിറ്റാമിൻ കഴിക്കലോ അല്ല പ്രധാനം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പോഷണം ഏത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നു, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഏത് വ്യക്തിയിൽ നിന്ന് കിട്ടുന്നു,
അതിൽ സ്നേഹവും വാത്സല്യവും പെരുമാറ്റവും നർച്ചറിങ് കരുതലും ജാഗ്രതയും എല്ലാം ഈ ഓർത്തോ മോളിക്കുലാറിൽ വരും. ചിലവർക്ക് അല്പം സ്നേഹവും വാത്സല്യവും ഒരു കൗൺസിലിംഗ് മതിയാവും ഒരാളുടെ രോഗം ഭേദമാൻ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഓർത്തോ. അയാളുടെ ആവശ്യം അതാണ്. അതുപോലെ പ്രതിരോധ ശക്തിക്ക് കൂടാൻ ഈ പറയുന്ന ഉറക്കവും വാത്സല്യവും സ്നേഹവും മനുഷ്യൻ്റെ പ്രതിരോധ ശക്തി ഈ ശുദ്ധജലവുമായിട്ടൊക്കെ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എല്ലാറ്റ് രോഗങ്ങളുടെയും ഒരു പ്രധാന കാരണം മനുഷ്യൻ്റെ രോഗപ്രതിരോധ ശക്തി അഥവാ 9 സിസ്റ്റങ്ങളിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ പ്രതിരോധ ശക്തി കുറയുന്നതാണ്. ഈ പ്രതിരോധ ശക്തി മനുഷ്യന് ആവശ്യത്തിനുണ്ടായാൽ ക്യാൻസർ അടക്കം മിക്ക രോഗങ്ങളിൽ നിന്ന് രോഗപ്രതിരോധ ശക്തിയിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ രോഗപ്രതിരോധ ശക്തി ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, അതിലുള്ള വിറ്റാമിൻസും മിനറൽസും അമിനോ നൈട്രിക് ഫാറ്റി ആസിഡുകൾ അതടങ്ങിയ ഭക്ഷണം കഴിക്കലാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നിങ്ങൾ ഓർത്തോ മോളിക്കുലർ മെഡിസിൻ എന്ന കനഡയിൽ നിന്ന് ഭാരതത്തിൽ ഇതിൽ 1-2 ഡോക്ടർമാരാണ് കാര്യമായി ഗവേഷണം നടത്തുന്നത്. ആ രംഗത്തുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ആഴത്തിൽ പഠിച്ചപ്പോഴാണ് മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം പഠിച്ച എനിക്ക് ഈ വഴിയിലൂടെ വരാൻ. കാരണം രോഗം പരിപൂർണമായി ഭേദമാക്കുക, റൂട്ട് കോസ് മൂല കാരണങ്ങൾ കണ്ടുപിടിക്കുക, ലൈഫ് സ്റ്റൈൽ ജീവിത രീതി ഭക്ഷണ രീതി അടിമുടി മാറ്റുക. ഒരു രോഗം വന്നാൽ എല്ലാ അവയവങ്ങളെയും ചികിത്സിക്കുക. പലർക്കും അറിയാത്ത കാര്യമാണ്. ഒരു അവയവത്തെ ചികിത്സിക്കാൻ ആ അവയവം മാത്രം നോക്കുന്ന സ്പെഷ്യലിസ്റ്റ് 85 തരം സ്പെഷ്യലൈസേഷനാണ് ഇപ്പോൾ അലോപ്പതിയിലുള്ളത്. പക്ഷേ ആ അവയവങ്ങളൊക്കെ മറ്റ് അവയവങ്ങളായും മനസ്സുമായിട്ടും റിലേറ്റഡ് ആണെന്നും ബ്രെയിൻ റിലേറ്റഡ് ഡിസീസുകളൊക്കെ ഗട്ട് അഥവാ കുടലുമായി ബന്ധപ്പെട്ട് കിടന്നും ഗട്ടും ബ്രെയിനും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നും PTA അച്ചുതണ്ട് പിറ്റ്യൂട്ടറി തൈറോയിഡ് അഡ്രിനാലിൻ ഹോർമോൺ അതും ഈ എല്ലാം ബന്ധപ്പെട്ട് കിടക്കണം. അതുകൊണ്ട് ഒരവയവത്തെ മാത്രം ചികിത്സിച്ച രോഗം ഭേദമില്ല, എല്ലാ അവയവങ്ങളെയും ചികിത്സിക്കണമെന്നും അടിമുടി ലൈഫ് സ്റ്റൈൽ ഭക്ഷണ രീതി ജീവിത രീതി മാറ്റിയാൽ മാത്രമേ ഒരു മനുഷ്യ ആ മൂല കാരണത്തിന് റൂട്ട് കോസ് അഥവാ ഫൗണ്ടൻ പെൻ ഇത് കണ്ടുപിടിക്കാത്തടത്തോളം കാലം ഒരു വ്യക്തിയുടെയും രോഗം അല്ലെങ്കിൽ അവൻ മരണം വരെ രോഗികളാക്കുകയാണ് ഇപ്പോഴത്തെ ഡോക്ടർമാർ ചെയ്യുന്നത്. നിങ്ങൾ മരിക്കുന്നവരെ മരുന്ന് കഴിക്കേണ്ടി വരും, മരിക്കുന്ന അന്നും നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടി വരും, നിങ്ങൾ ഇത്ര കാലമേ ജീവിക്കൂ, ഈ രോഗത്തിന് ചികിത്സയില്ല എന്ന് പറയുന്ന ഹാഫ് കുക്ക്ഡ് ഡോക്ടർമാരാണ് ഭാരതത്തിൽ കൂടുതൽ. അതുകൊണ്ട് വൈദ്യശാസ്ത്രത്തിലും നിയമത്തിലൊക്കെ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിലൊക്കെ ഇന്ന് ജനങ്ങൾക്ക് വിശ്വാസം പോയതുകൊണ്ട് എല്ലാവരും ഇന്ന് വിദേശത്തേക്ക് പോവുകയാണ്. ഈ കനഡയിലേക്കും അമേരിക്കയിലേക്കും ചൈനയിലേക്കും ജർമ്മനിയിലേക്കും ഇസ്രായേലിലേക്കും പോകുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. കാരണം ഭാരതത്തിലെ ഡോക്ടർമാരിൽ വിശ്വാസം കുറയാനുള്ള കാരണം ആഴത്തിൽ വിവരമില്ലാത്ത ഹാഫ് കുക്ക്ഡ് ഡോക്ടർമാരാണ്. അച്ഛനും അമ്മയ്ക്കും മാതാപിതാക്കൾക്കും വേണ്ടി സമൂഹത്തിൽ പദവി കിട്ടാനും ദൈവതുല്യ പദവി കിട്ടാൻ വേണ്ടി പണസമ്പാദനത്തിനും സ്ത്രീധനം വാങ്ങാനും ഡിഗ്രികൾ എടുക്കുന്ന ഒരു വിഭാഗത്തെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഈ രീതി മാറിയേ പറ്റൂ. ഓർത്തോ മോളിക്കുലാർ മെഡിസിൻ എന്നുള്ളത് ന്യൂട്രീഷൻ തെറാപ്പി ഫങ്ഷണൽ മെഡിസിൻ്റെ വേറൊരു രൂപമാണത്. അതുകൊണ്ട് തീർച്ചയായും ഓർത്തോ മോളിക്കുലാർ മെഡിസിനെ പറ്റി പഠിക്കുക, അതിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പോഷണ ചികിത്സയിൽ വിശ്വസിക്കുക, നല്ല പോഷകാഹാരം കഴിക്കുക, നല്ല ആരോഗ്യത്തോടെ കൂടി ഇരിക്കുക. വസുദൈവ കുടുംബകം ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്താരും അസുഖമില്ലാതെ രോഗമില്ലാതെ സന്തോഷത്തോടെ സുഖമായിരിക്കട്ടെ. താങ്ക് യു. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ AIMRC. നമസ്കാരം.